നമസ്കാരം. ഷൈജൂസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത്. ഖേലോ ഇന്ത്യ മത്സര വിജയികൾക്ക് സർക്കാർ ജോലിക്ക് യോഗ്യത. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ പരിഷ്കരിച്ച മാനദണ്ഡങ്ങളിലാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, വിൻ്റർ ഗെയിംസ്, പാരാ ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവയിലെ വിജയികൾക്ക് യോഗ്യത നിർണയിച്ചിരിക്കുന്നത്. ദേശീയ ടീം ചെസ് ചാമ്പ്യൻഷിപ്പുകളിലെ വിജയവും ഇനി മുതൽ ജോലി റിക്രൂട്ട്മെൻറ്റിന് പരിഗണിക്കും. നാഷണൽ ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പുകളിലെ ജേതാക്കളെയാണ് ദേശീയ ജേതാക്കളായി ജോലി യോഗ്യതകളിൽ പരിഗണിക്കുകയെന്നും പുതിയ മാനദണ്ഡങ്ങളിൽ വ്യക്തമാക്കുന്നു. സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മത്സരങ്ങളിലെ വിജയികൾക്കും ഇനി ജോലിക്കുള്ള യോഗ്യതകൾ ഉണ്ട്. കേന്ദ്ര മന്ത്രാലയം അംഗീകരിച്ച രാജ്യാന്തര മത്സരങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചവർക്കായിരിക്കും ആദ്യ പരിഗണന. ദേശീയ കായിക ഫെഡറേഷനുകളുടെ ജൂനിയർ, സീനിയർ മത്സരങ്ങളിൽ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് 3-ാം സ്ഥാനം വരെ നേടിയവർക്കാണ് അടുത്ത പരിഗണന. ഒരേ പദവിയിലേക്ക് ജൂനിയർ, സീനിയർ മത്സര വിജയികൾ അപേക്ഷിച്ചാൽ എന്തായാലും സീനിയർ താരങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുകയെന്നും മാർഗരേഖയിൽ വ്യക്തമാക്കും. 2014 മാനദണ്ഡങ്ങളാണ് മന്ത്രാലയം പരിഷ്കരിച്ചത്. എന്തായാലും ഈ ഒരു പുതിയ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ കായിക താരങ്ങൾക്ക് ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ്. രാജ്യത്തെ കായികരംഗം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ എന്താണെങ്കിലും രാജ്യത്തെ കായിക താരങ്ങൾക്ക് ഒരു ഉന്മേഷം പകരുന്ന കാര്യമാണ്. 2018 ഖേലോ ഇന്ത്യ ഗെയിംസുകൾ ആരംഭിച്ചത്. രാജ്യത്തെ കായിക രംഗത്തിന് കരുത്ത് പകരുന്നതാണ് പുതിയ തീരുമാനമെന്നും കൂടുതൽ യുവാക്കൾ കായിക രംഗത്ത് എത്തിച്ചേരാൻ വഴി വരുമെന്നും കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി.